പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനിൽ അത്യന്തം നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങൾ. ഭരണം പരമോന്നത നേതാവിൽ നിന്നും സൈന്യത്തിലേക്ക് മാറുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടക്കുന്ന യുദ്ധം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഭരണകൂടത്തിൽ ഇത്തരത്തിൽ ശക്തമായ ഒരു പവർ ഷിഫ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. ഇതാകട്ടെ വെറും അധികാര മാറ്റമല്ല, ഇറാന്റെ ഭരണരീതിയിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. ഇനി ഇറാനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുമോ? ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഭരണമാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 1979 വിപ്ലവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സൈനിക വിഭാഗം ഭരണകാര്യങ്ങളിൽ നേരിട്ട് തന്നെ പിടിമുറുക്കുന്നതെന്നതാണ് സൂചന. പ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ സൈനിക കമാൻഡർമാരുടെ കൈകളിലേക്ക് മാറുന്നുവെന്നതാണ് വിവരം. ഇതുവരെ തന്നെ രാജ്യത്തിന്റെ പരമാധികാരിയായി തന്നെ കണക്കാക്കിയിരുന്ന സുപ്രീം ലീഡറുടെ സ്വാധീനം അത് കുറയുന്നതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ മരണശേഷം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അധികാരമാറ്റം മകൻ മുജ്തബ ഖൊമൈനിക്ക് അവിടെ പതിവ് പോലെ തന്നെ ആ ഒരു തീരുമാനമെടുക്കാൻ അത് സാധിക്കില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ഇനി സാധിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സൈനിക ജനറലുകൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന നിലയിലേക്ക് അദ്ദേഹം ഒതുങ്ങിയെന്നും സൈന്യത്തിന് മേധാവിത്വം ലഭിച്ചതോടുകൂടി തന്നെ അമേരിക്കയുമായുള്ള ആ ഒരു ചർച്ചയിലും മറ്റും ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചയില്ലാത്ത സംയമനം സ്വീകരിക്കുന്നു എന്നതാണ് വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് സമാധാന ചർച്ചകളെ മന്ദഗതിയിലേക്കാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നയതന്ത്രപരമായ ആ മറുപടികൾ അവിടെ നിലനിൽക്കുന്നതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിന് കാരണമാകുകയും ഏകീകൃത നേതൃത്വത്തിന്റെ അസ്വാഭാവികമായ രീതിയെയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മതനേതൃത്വത്തിന്റെ കൈപ്പിടിയിലായിരുന്ന ഇറാന്റെ ഭരണം ഇപ്പോൾ പൂർണ്ണമായും സൈനിക സുരക്ഷാ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായി തന്നെ മാറി എന്നതാണ് റിപ്പോർട്ട്. ഇത് മേഖലയിലെ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ തന്നെ നിർണായകമാകും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി ജീവനോടെ ഉണ്ടോ എന്ന ചോദ്യമാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാനികളടക്കം രംഗത്ത് വരുന്നു. കാരണം പരമോന്നത നേതാവിന്റെ അധികാര കസേര അലങ്കരിച്ച ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് ആ ദിവസം തന്നെ മറ്റ് രീതിയിൽ വേറെ ഇറാൻ ജനതയ്ക്ക് മുന്നിൽ ഒന്നുപോലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയോ അവരുമായി സംഭാഷണം നടത്തുകയോ ചെയ്യാത്തത് വലിയ സംശയത്തിന് ഇപ്പോൾ അവിടെ അല്ലെങ്കിൽ സംശയത്തിന് ഇടവച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി തന്നെ ചില പ്രസ്താവനകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ദേശീയ റവല്യൂഷണറി ഗാർഡ്സ് ആകട്ടെ വായിക്കുകയോ അത് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ അതുവഴി പോസ്റ്റ് ചെയ്യുകയാണ് പതിവായി തന്നെ കാണുന്നത്. ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സംശയം ഇറാനികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഇറാൻ ഇപ്പോൾ നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ്. IRGC ഇറാന്റെ ഭരണം ഏറ്റെടുക്കുകയും അത് ചെയ്തിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തന്നെ കണക്കാക്കപ്പെടുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുജ്തബ ഖൊമൈനിയുടെ ആ ഒരു അഭാവം വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നതും. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാകട്ടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഒന്നായി തന്നെ മാറുകയാണ്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.